We can light bulb using electricity. Like that, we will pump water using motor pump. നമ്മൾ മോട്ടോർ പമ്പ് യൂസ് ചെയ്തിട്ടാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ലൈറ്റും ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ്. സോ യു ക്യാൻ സീ ദാറ്റ് there are lots of energy transformation that is happening in our daily life itself. When we are taking the example of these two cases itself, ഇവിടെ ആദ്യത്തെ കേസിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് ലൈറ്റ് എനർജിയായി മാറുന്നത്. മോട്ടോർ പമ്പിൽ എന്താ നടക്കുന്നത്? മെക്കാനിക്കൽ എനർജി അല്ലെ? ഇലക്ട്രിക്കൽ എനർജിയാണ് എന്താവുന്നത്? മെക്കാനിക്കൽ എനർജിയായി മാറുന്നത്. So in each case we can understand that we use variety of machines to make our works easy. നമ്മുടെ വർക്ക് ഈസി ആയി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? So you have to write down the names of some machines and energy conversion in them. What you have to do? Some machines. You have to write what are the machines and what happens inside that machine. എന്താണ് അവിടെ നടക്കുന്നത്? എന്ത് എനർജി കൺവേർഷൻ ആണ് ആ ഒരു മെഷീൻസ് യൂസ് ചെയ്തിട്ട് നടക്കുന്നതെന്നും കൂടി നിങ്ങൾ എഴുതി നോക്കുക. പെട്രോൾ കാറിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, പെട്രോൾ കാർ കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻടു കൈനറ്റിക് എനർജി. വെൻ യു ആർ ഫാളിങ് എ സ്റ്റോൺ, ഇറ്റ്സ് ഫസ്റ്റ് ഇൻ യുവർ ഹാൻഡ് അല്ലെ? സ്റ്റോൺ ഫസ്റ്റ് കയ്യിലുള്ളത്. വെൻ യു ആർ ഫാളിങ് ഇറ്റ് ഡൗൺ, that position, due to position it have an energy, that is what? Yes, potential energy. And when you are fall off that rock, എന്താണ് ആ ഒരു കല്ല് fall off ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? It will get kinetic energy. That potential energy will be transformed into kinetic energy. So in each case you can understand that this energy transformation is happening. In your childhood you are familiarized with lots of toys അല്ലെ? ടോയ്സ് ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല. പലതരത്തിലുള്ള ടോയ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ടോയ് കാർ യൂസ് ചെയ്തിട്ടുണ്ടാവും, ഡോൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ടോയ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവും. സോ ദാറ്റ് ആൾസോ യു ക്യാൻ റൈറ്റ് ആൻഡ് നോട്ട് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. Now here we have an activity. Now here we can make a balloon toy car. ഒരു ബലൂൺ ടോയ് കാർ നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലെ? അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. What are the materials required for making toy car? That we have to list out first. Then it is very simple process that you can do with me. So in the case of toy car also you can understand that the potential energy is converted into the kinetic energy. So in each case when we are observing all of the case, the energy transformation is happening. എനർജി ട്രാൻസ്ഫോർമേഷന് മലയാളത്തിൽ എന്താ? ഊർജ്ജ പരിവർത്തനം എന്നാണ് പറയുന്നത്. എനർജി ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. സോ ദിസ് ഈസ് വാട്ട്? എനർജി ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ് ഈസ് എനർജി ക്യാൻ ബി ചേഞ്ച് ഫ്രം വൺ ഫോം ടു another form. That is energy transformation.